നാടകീയ രംഗങ്ങളാണ് ഇന്ന് മുതലപ്പുഴയിൽ നമ്മൾ കണ്ടത്. മുതലപ്പുഴയിൽ പൊഴിമുറിച്ച് താൽക്കാലിക പരിഹാരം കാണാനുള്ള സർക്കാരിന്റെ നീക്കം മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു. ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് തൊഴിലാളികൾ മനുഷ്യച്ചങ്ങല തീർത്തതോടെ ഉദ്യോഗസ്ഥരും പോലീസും പിന്മാറി. തലസ്ഥാനത്തിരുന്ന് യോഗം നടത്തുന്നത് അവസാനിപ്പിച്ച് മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്തി ചർച്ച നടത്തണം എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പൊഴിമുറിക്കാനായി ഉദ്യോഗസ്ഥരെത്തിയാൽ തടയുമെന്നത് മുതലപ്പുഴയിലെ മനുഷ്യരുടെ ഉറച്ച തീരുമാനമായിരുന്നു. ഉദ്യോഗസ്ഥരെത്തിയതിന് പിന്നാലെ മുതലപ്പുഴയിൽ സാക്ഷ്യം വഹിച്ചത് നാടകീയ രംഗങ്ങൾക്ക്. ഇന്നു മുതൽ പൊഴിമുറിക്കൽ ഡ്രഡ്ജർ കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കാൻ കൂടുതൽ ഓപ്പറേറ്റർമാരുടെ സേവനം ലഭ്യമാക്കും. ഒരു ഡ്രഡ്ജർ കൂടി അടിയന്തരമായി എത്തിക്കും. 2 ലോങ് ബൂം എക്സ്കവേറ്ററുകളുടെ കൂടി സേവനം. ഇതൊക്കെയായിരുന്നു ഇന്നലെ മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ചയിലെ ഉറപ്പുകൾ. പൊഴിമുറിക്കാൻ ഉദ്യോഗസ്ഥരെത്തും മുൻപ് മണൽപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾ വള്ളം നിരത്തി. സർവ്വസന്നാഹങ്ങളോടെയുമാണ് ഉദ്യോഗസ്ഥ സംഘം പൊഴിമുറിക്കാൻ മുതലപ്പുഴയിലെത്തിയത്. സുരക്ഷ ഒരുക്കാൻ കാക്കിപ്പടയും ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധം ആർത്തിരമ്പി. ഇപ്പോൾ അവിടെ വന്ന് പ്രതിഷേധം കണ്ടപ്പോൾ അവരുടെ ആശങ്ക അവർക്ക് വള്ളങ്ങൾ കടലിൽ പോകണം. വലിയ വള്ളങ്ങൾ കടലിൽ പോകണമെങ്കിൽ പൊഴി മുറിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, വള്ളങ്ങൾക്ക് പോകുന്ന വിധത്തിലുള്ള വീതിയും ആഴവും അവിടെ ഉണ്ടാവണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നമ്മൾ ഹിറ്റാച്ച് മാത്രമല്ല ഡ്രഡ്ജറും കൂടെ ഉപയോഗിച്ചിട്ട് ആ പ്രവൃത്തി ചെയ്യാമെന്നും രാത്രിയും പകലും വെച്ചിട്ട് 2-4 ദിവസം കൊണ്ട് അത് ഡ്രഡ്ജർ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. പക്ഷേ അവർ ഫുള്ളായിട്ട് എൻ്റെ കൂടെ നിൽക്കണം. മണൽത്തിട്ട് മുഴുവൻ മാറ്റി അഴിമുഖത്ത് 5 മീറ്റർ ആഴം ഉറപ്പാക്കിയില്ലെങ്കിൽ മത്സ്യബന്ധനം മുടങ്ങുമെന്നും സമീപത്തെ 5 പഞ്ചായത്തുകളിൽ വെള്ളം കയറുമെന്നുമാണ് മത്സ്യത്തൊഴിലാളികളുടെ വാദം. ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകാൻ വന്ന ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞില്ല. ഒരു കാരണവശാലും ഈ മണ്ണ് ടച്ച് ചെയ്ത് മാറ്റാതെ ആരുമായി ഒരു കോൺഗ്രസ് നടപടിയിലേക്ക് ഇവിടുത്തെ സമരസമിതി നിൽക്കത്തില്ല. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാതെ ഈ മണ്ണ് ഇവിടുന്ന് മാറ്റാതെ ഞങ്ങളിൽ ഒരാളും പിന്നിലോട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെ മനുഷ്യമതിലിന് മുന്നിൽ ഉദ്യോഗസ്ഥരും പോലീസ് സംഘവും മടങ്ങി. മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്തി ചർച്ച നടത്തണമെന്ന ആവശ്യത്തോടുള്ള സർക്കാർ സമീപനം നിർണായകമാകും. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഈ പൊഴിയിൽ മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം 78 മൃതദേഹം കിട്ടാനുള്ള മത്സ്യത്തൊഴിലാളികളുടെ എണ്ണവും നിരവധി. അതുകൊണ്ട് തന്നെ മുതലപ്പൊഴിയിലെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു സീസണൽ പരിഹാരമല്ല, മറിച്ച് ശാശ്വത പരിഹാരമാണ്. ടീം 24-നൊപ്പം ഷെഫീദ് റൗത്തർ, 24 തിരുവനന്തപുരം.